വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു യൂദയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി വീണ്ടും പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവാദം നൽകിയിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും യേശുവിനോട് ചോദിച്ചു. യേശു പറഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാൾ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ജീവിത വിശുദ്ധിയുടെ ആത്മീയത ധ്യാനിക്കാം. പിതാവായ ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം പുരുഷനെയും സ്ത്രീയെയും പരസ്പര സ്നേഹത്തിൽ ഒന്നാക്കിക്കൊണ്ട് ദൈവത്താൽ സ്ഥാപിതമായ കൃപയുടെ കൂദാശയാണ് യഥാർത്ഥത്തിൽ വിവാഹം. പിതാവായ ദൈവം തന്നെ ആദ്യമായി അവരെ ഒന്നിപ്പിച്ച നന്മയുടെയും സ്നേഹത്തിൻ്റെയും അടയാളം കൂടിയാണത്. പിതാവിനാൽ സ്ഥാപിതവും പുത്രനാൽ മുദ്രണം ചെയ്യപ്പെട്ടതുമായ കൃപയാണ് വിവാഹ കൂദാശ. സത്യമാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ എന്ന പരിപാവനമായ പ്രാർത്ഥനയാൽ ദൈവം അവരെ ഒന്നിപ്പിച്ചു. അത് സ്നേഹത്തിൽ ധന്യരാകുന്നതിനും വിശ്വസ്തതയിൽ ജീവിക്കുന്നതിനും പരസ്പരം അവരായിരിക്കുന്ന പോലെ അംഗീകരിക്കുന്നതിനും അവർ രണ്ടല്ല എന്നും ഒന്നാകേണ്ടവരും ഒന്നായി ജീവിക്കേണ്ടവരുമാണ് എന്ന നന്മയുടെ പാഠമാണ്. എല്ലാ വാതിലുകളും തുറന്നിട്ട് കിടക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുക. ഈ കാലഘട്ടത്തിൽ തിന്മയുടെയും പാപത്തിൻ്റെയും എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കൺമുമ്പിലുള്ളപ്പോൾ പരസ്പര വിശ്വസ്തയോടുകൂടി ജീവിക്കുക അത്ര എളുപ്പമുള്ള കാലമല്ല. ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഒന്നാക്കപ്പെട്ടവർ അമ്മയുടെ ഉദരം മുതൽ വിളിച്ച് ദൈവത്താൽ അഭിഷിക്തരായി സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഒന്നായവരാണ്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുകയും അവർ പരസ്പരം വിശ്വസ്തരായിരിക്കുകയും വേണം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഇവൾ നിനക്ക് വേണ്ടി അനാദി മുതൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. അതെ, ഓരോ പുരുഷനും സ്ത്രീയും വിവാഹ കൂദാശയിൽ ഒന്നായവരാണെങ്കിൽ അവർക്ക് വേണ്ടി അനാദി മുതൽ ദൈവത്തിൻ്റെ പദ്ധതിയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വേർപെടുത്താനാകാത്ത സ്നേഹബന്ധമാകണം വൈവാഹിക ബന്ധമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. പുരുഷൻ ഏകനായിരിക്കുന്നതെന്നല്ല, അവർക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് വിവാഹ കൂദാശ. അവരവർക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ കുറവുകളോടുകൂടി സ്നേഹിക്കുവാൻ, ഇഷ്ടപ്പെടുവാൻ, മനസ്സിലാക്കുവാൻ, അംഗീകരിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിതം അനുഗ്രഹത്തിൻ്റെതും കൃപയുടേതുമാകും. ഉപേക്ഷപത്രം കൊടുത്ത് ഉപേക്ഷിച്ച് കളയേണ്ട ഒരു ബന്ധമല്ല വിവാഹമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം യോജിപ്പിച്ച ബന്ധമാണ്. മാനുഷികമായ ചിന്തകളാൽ, വികാര വിചാരങ്ങളാൽ, ഇഷ്ടങ്ങളാൽ ഉപേക്ഷിച്ച് കളയപ്പെടേണ്ട ഒന്നല്ല അത് ദൈവത്തിൻ്റെ സംവിധാനമാണ്. നാം ദൈവിക പദ്ധതിയോട് സഹകരിക്കുക തന്നെ വേണം. ഈ കാലഘട്ടത്തിൽ വിവാഹ ഉടമ്പടികൾ ലംഘിച്ചുകൊണ്ട് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വിവാഹമോചനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒത്തിരി വ്യക്തികളെ നാം കണ്ടെത്തും. ഓർക്കുക, വിശുദ്ധ ബൈബിൾ പറയുന്നത് വിവാഹമോചനം ഞാൻ വെറുക്കുന്നു എന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് വചനത്തിൽ ദൈവം വെറുക്കുന്നുവെന്ന് പറഞ്ഞ് നമ്മൾ കാണുക. ഒന്ന് കാപട്യവും മറ്റൊന്ന് വിവാഹ ഉടമ്പടിയുടെ ലംഘനവുമാണ്. നാം ഈ പുണ്യഭൂമിയിൽ കൂടുതൽ സ്നേഹത്തോടെ വിശ്വസ്തയോടെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ ദൈവം സംയോജിപ്പിച്ച നന്മയുടെ പൂർണ്ണതയാണ് വിവാഹം. ഈ ജീവിതം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നത്തെ സുവിശേഷത്തിൽ നൽകപ്പെടുന്നുണ്ട്.
പരസ്പരം സ്നേഹിക്കാൻ, സംരക്ഷിക്കുവാൻ, വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ, ദൈവം ദാനമായി നൽകുന്ന മക്കളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് അറിവിൻ്റെ, നന്മയുടെ, ജീവിത അനുഭവത്തിൻ്റെ മാർഗങ്ങൾ പകർന്നു നൽകാൻ, ഒപ്പം ഈ പുണ്യഭൂമിയിൽ ദൈവഹിതത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുവാൻ. അപ്രകാരം വൈവാഹിക ജീവിതം അനുഗ്രഹീതമാകാൻ ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.